വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചുഴലിക്കാറ്റുകളെ പറ്റിയാണ്. അതായത് സൈക്ലോൺസ്, ചുഴലിക്കാറ്റുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ഒന്നരവിട്ട പരീക്ഷകളിൽ ചുഴലിക്കാറ്റുകളെ പറ്റിയൊരു ചോദ്യം നമ്മൾ കാണാറുണ്ട്. അതായത് ഇന്ന ചുഴലിക്കാറ്റ്, ഇന്ന കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് നാശം വിതച്ചത്, അല്ലെങ്കിൽ ആ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്, ആ ചുഴലിക്കാറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ 2021, 22, 23 വർഷങ്ങളായിട്ട് നടന്ന പ്രധാനപ്പെട്ട കുറച്ച് ചുഴലിക്കാറ്റുകൾ നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടാം. ആദ്യമായിട്ട് മോക്ക അല്ലെങ്കിൽ മോച്ച ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 2023 ആദ്യ ചുഴലിക്കാറ്റാണ് മോക്ക ചുഴലിക്കാറ്റ്. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 2023 ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? മോക്ക. 2023 മെയ്യിലാണ് ബംഗാൾ ഉൾക്കടലിൽ മോക്ക ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. പേര് നൽകിയ രാജ്യം യമനാണ്. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യമൻ പട്ടണമായ മോക്കയുടെ പേരാണ് ചുഴലിക്കാറ്റിന് നൽകിയത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ്, മ്യാൻമാർ തീരപ്രദേശത്തെയാണ് മോക്ക ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്. ബംഗ്ലാദേശ്, മ്യാൻമാർ തീരപ്രദേശത്തെയാണ് മോക്ക ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്. മോക്ക ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷനാണെന്ത്? ഓപ്പറേഷൻ കരുണ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കരുണ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് മോക്ക ചുഴലിക്കാറ്റ്. 2023 മെയ്യിലാണ് രൂപപ്പെട്ടത്. പേര് നൽകിയ രാജ്യം യമനാണ്. ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യമൻ പട്ടണമായ മോക്കയുടെ പേരാണ് യമൻകാർ ഈ ചുഴലിക്കാറ്റിന് നൽകിയത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ്, മ്യാൻമാർ തീരപ്രദേശത്തെയാണ് മോക്ക ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്. മോക്ക ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ കരുണ. അടുത്തത് തേജ് അല്ലെങ്കിൽ ഹമൂൺ ചുഴലിക്കാറ്റ്. തേജ് അല്ലെങ്കിൽ ഹമൂൺ ചുഴലിക്കാറ്റ്. തേജ് ചുഴലിക്കാറ്റിനെ പറ്റി നോക്കാം. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട് യമനെ ബാധിച്ച ചുഴലിക്കാറ്റാണ് ഏത്? തേജ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിലാണ് തേജ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് അല്ലേ. യമനെയാണ് ബാധിച്ചത്. യമനെയാണ് ബാധിച്ചത്. തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടാൽ തന്നെ അറിയാം, ഒരു ഹിന്ദി വേർഡാണല്ലേ തേജ്. തേജിൻ്റെ അർത്ഥം എന്താണ്? വേഗത എന്നാണ്. തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം വേഗത എന്നാണ്. അപ്പോൾ തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് തേജ് ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയത്. ഇത് ബാധിച്ച രാജ്യം ഏതാണ്? യമനെയാണ് ബാധിച്ചത്. യമൻ. അതുപോലെ 2023 ഒക്ടോബറിൽ അറബിക്കടലിലാണ് തേജ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. യമനെയാണ് ബാധിച്ചത്. തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം വേഗത എന്നാണ്. തേജ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഹമൂൺ ചുഴലിക്കാറ്റ്. ഹമൂൺ 2023 ഒക്ടോബറിൽ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ. അപ്പോൾ ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ തന്നെയാണ്, പക്ഷേ ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചതുപ്പ് എന്നാണ്. ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചതുപ്പ് എന്നാണ്. ഹമൂൺ എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാനാണ്. ഹമൂൺ എന്ന പേര് നൽകിയ രാജ്യം ഇറാനാണ്. ബംഗ്ലാദേശിനെയാണ് ഹമൂൺ ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്. അപ്പോൾ ഏത് രാജ്യത്തെയാണ് ഹമൂൺ ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്? ബംഗ്ലാദേശിനെയാണ്. ഹമൂൺ എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാനാണ്. ഹമൂൺ ചുഴലിക്കാറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? ഹമൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചതുപ്പ് എന്നാണ് അർത്ഥം. ഏത് കടലിലാണ് രൂപപ്പെട്ടത്? ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത്. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ. ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചതുപ്പ് എന്നാണ്. ഹമൂൺ എന്ന പേര് നൽകിയ രാജ്യം ഇറാനാണ്. ബംഗ്ലാദേശിനെയാണ് ഹമൂൺ ചുഴലിക്കാറ്റ് കൂടുതലും ബാധിച്ചത്. അടുത്ത ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്, പിന്നെ മിഥിലിയും. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി അല്ലേ. ബിപ്പർജോയ്, മിഥിലി ഇതെല്ലാം ചോദിച്ചതാണ്. സമീപകാലത്ത് നടന്ന പരീക്ഷകളിൽ ബിപ്പർജോയ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു അല്ലേ. ബിപ്പർജോയ് ചുഴലിക്കാറ്റ് നോക്കാം. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്. ബിപ്പർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദുരന്തം എന്നാണ് അർത്ഥം. എന്താണ്? ദുരന്തം എന്നാണ് അർത്ഥം. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. അതുപോലെ ഈ ബിപ്പർജോയുടെ ആ ബാ വെച്ചിട്ട് നമുക്ക് ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം പെട്ടെന്ന് കിട്ടും അല്ലേ. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബിപ്പർജോയ്
എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദുരന്തമെന്നാണ്. ബിപ്പർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. പക്ഷേ ബിപ്പർജോയ് ബംഗ്ലാദേശ് എന്ന് പഠിച്ചു വെച്ചിട്ട് ഒരിക്കലും ബംഗാൾ ഉൾക്കടലെന്ന് പഠിക്കരുത്. ഈ ബിപ്പർജോയ് ചുഴലിക്കാറ്റ് അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. എവിടെയാണ്? അറബിക്കടലിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലാണ് ബിപ്പർജോയ് ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതച്ചത്. ഒന്നുകൂടെ പറയാം, 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുരന്തം എന്നാണ്. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഗുജറാത്തിനെയാണ്. അടുത്ത ചുഴലിക്കാറ്റാണ് മിഥിലി ചുഴലിക്കാറ്റ്. ഏതാണ്? മിഥിലി ചുഴലിക്കാറ്റ് 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ബംഗ്ലാദേശിനെ ബാധിച്ച ചുഴലിക്കാറ്റാണ് മിഥിലി അല്ലെങ്കിൽ മിഥിലി എന്നൊക്കെ പറയും. മിഥിലി എന്ന് പഠിച്ചാൽ മതി. മിഥിലി 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട് ബംഗ്ലാദേശിനെ ബാധിച്ച ചുഴലിക്കാറ്റാണ് ഇത് മിഥിലി ചുഴലിക്കാറ്റ്. മിഥിലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വലിയ മരം എന്നാണ് അർത്ഥം. മിഥിലി എന്ന് പറഞ്ഞാൽ വലിയ മരം എന്നാണ് അർത്ഥം. മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? മാലദ്വീപാണ്. മിഥിലി എന്ന പേര് നിർദ്ദേശിച്ചത്. മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ മരം എന്നാണ്. കൂടുതൽ ബാധിച്ചത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിരുന്നു അല്ലേ? നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒക്കെയാണ് മിഥിലി ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്. അതുകൊണ്ടാണ് ഈ പരീക്ഷകൾക്ക് ഈ ബിപ്പർജോയും മിഥിലിയും ആവർത്തിച്ച് ചോദിക്കാനുള്ള കാര്യം. ഓക്കെ, മിഥിലി ഒന്നുകൂടെ പറയാം. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട് ബംഗ്ലാദേശിനെ ബാധിച്ച ചുഴലിക്കാറ്റാണ് മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ മരം എന്നാണ്. മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? മാലദ്വീപാണ്. ഒപ്പം തന്നെ കൂടുതൽ ബാധിച്ചത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ബംഗ്ലാദേശിനെയുമാണ്. അടുത്ത ചോദ്യം, മിഷോങ് ചുഴലിക്കാറ്റ്. ഏതാണ്? മിഷോങ് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ 2023 ഡിസംബറിൽ വീശിയ ഒരു ചുഴലിക്കാറ്റാണ് ഇത് മിഷോങ് ചുഴലിക്കാറ്റ് അല്ലേ? ബംഗാൾ ഉൾക്കടലിൽ 2023 ഡിസംബറിൽ ഉണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് ഏത്? മിഷോങ് ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമറാണ്. മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ. അതുപോലെ തന്നെ അർത്ഥം എന്താണ്? സഹിഷ്ണുത, ശക്തി, കരുത്ത് എന്നൊക്കെയാണ് അർത്ഥം. മിഷോങ് ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? സഹിഷ്ണുത, ശക്തി, കരുത്ത് എന്നൊക്കെയാണ്. പേര് നൽകിയ രാജ്യം മ്യാൻമറാണ്. ബംഗാൾ ഉൾക്കടലിൽ 2023 ഡിസംബറിലാണ് മിഷോങ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അടുത്ത പോയിന്റ്. അതായത് 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. നമ്മളൊക്കെ വാർത്തയിലും പത്രങ്ങളിലും കണ്ടായിരുന്നല്ലേ ചെന്നൈയിലെ വെള്ളപ്പൊക്കം. ആ ചെന്നൈയിൽ 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ് ചുഴലിക്കാറ്റാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിഷോങ് ചുഴലിക്കാറ്റ്. ഒന്നുകൂടെ പറയാം, ബംഗാൾ ഉൾക്കടലിൽ 2023 ഡിസംബറിൽ ഉണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് ഏത്? മിഷോങ് ചുഴലിക്കാറ്റ്. മ്യാൻമറാണ് പേര് നൽകിയത്. സഹിഷ്ണുത, ശക്തി, കരുത്ത് എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ തന്നെ ചെന്നൈയിൽ 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ് ചുഴലിക്കാറ്റാണ്. അടുത്തത് യാസ്, ടൗട്ടെ ചുഴലിക്കാറ്റുകൾ. ആദ്യമായി യാസ് നോക്കാം. യാസ് ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ 2021 മെയ്യിൽ ഉണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് ഇത് യാസ്. ഇതൊക്കെ PSC ഒരുപാട് വട്ടം ചോദിച്ചു കഴിഞ്ഞതാണ്. 2021 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് ഇത് യാസ് ചുഴലിക്കാറ്റ്. യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഒമാനാണ് യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. എന്താണ് യാസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം? മുല്ലപ്പൂവ് എന്നാണ്. മുല്ലപ്പൂവ് എന്നർത്ഥം വരുന്ന യാസ് എന്ന ചുഴലിക്കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഒമാൻ. രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. 2021 മെയ്യിലാണ് ബംഗാൾ ഉൾക്കടലിൽ യാസ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. പേര് നൽകിയ രാജ്യം ഒമാനാണ്. അർത്ഥം മുല്ലപ്പൂവ്. അടുത്തത് ടൗട്ടെ ചുഴലിക്കാറ്റ്. ടൗട്ടെ അറബിക്കടലിൽ 2021 മെയ്യിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണെന്ത്? ടൗട്ടെ ചുഴലിക്കാറ്റ്. 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ് ഇത് ടൗട്ടെ ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം മ്യാൻമറാണ് ടൗട്ടെ എന്ന പേര് നൽകിയത്. അർത്ഥം എന്താണ്? പല്ലി എന്നർത്ഥം വരുന്ന ടൗട്ടെ എന്ന പേര് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമറാണ്. രൂപം കൊണ്ടത് 2021 മെയ്യിലാണ്. എവിടെയാണ്? അറബിക്കടലിലാണ്. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് തീരങ്ങളിൽ നാശം വിതച്ച തീവ്ര ചുഴലിക്കാറ്റായിരുന്നു ഏത്? നമ്മുടെ ടൗട്ടെ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ്. ഒന്നുകൂടെ പറയാം, 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ് ടൗട്ടെ. പേര് നൽകിയ രാജ്യം മ്യാൻമറാണ്. പേരിൻ്റെ അർത്ഥം ടൗട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പല്ലി എന്നാണ്. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് തീരങ്ങളിൽ നാശം വിതച്ച ഒരു തീവ്ര ചുഴലിക്കാറ്റായിരുന്നു ഏത്?
ടൗട്ടെ ചുഴലിക്കാറ്റ്. അടുത്തത് ഗുലാബ് ചുഴലിക്കാറ്റ്. ഗുലാബ് 2021 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് ഗുലാബ്. ഗുലാബ് എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ടല്ലേ. ഗുലാബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? റോസാപ്പൂവ് എന്നാണ് അർത്ഥം. ഗുലാബ് ചുഴലിക്കാറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം റോസാപ്പൂവ് എന്നാണ്. ആരാണ് ഗുലാബ് എന്നുള്ള പേര് നൽകിയത്? പാകിസ്ഥാനാണ്. ബംഗാൾ ഉൾക്കടലിൽ 2021 സെപ്റ്റംബറിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് ഇത് ഗുലാബ്. പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ. ഗുലാബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്? റോസാപ്പൂവ്. അടുത്തത് ഷഹീൻ ചുഴലിക്കാറ്റ്. ഷഹീൻ ചുഴലിക്കാറ്റ് 2021 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ് ഇത് ഷഹീൻ ചുഴലിക്കാറ്റ്. 2021 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് ഷഹീൻ ചുഴലിക്കാറ്റ്. ഷഹീൻ ചുഴലിക്കാറ്റിന് ഷഹീൻ എന്ന പേര് നൽകിയത് ഖത്തറാണ് ഷഹീൻ എന്ന പേര് നൽകിയത്. അർത്ഥം എന്താണ്? വൈറ്റ് ഫാൽക്കൺ, ഗരുഡ്, പരുന്ത്. അതായത് ഈ അറബികളുടെയൊക്കെ കയ്യിലിരിക്കുന്ന തോളിലൊക്കെ ഇരിക്കുന്ന ഒരു പരുന്ത് പോലൊരു സാധനമില്ലേ, അപ്പോൾ ആ പേരാണ് ഇവർ ഈ ചുഴലിക്കൊടുങ്കാറ്റ് നൽകിയത് അല്ലേ, ഷഹീൻ എന്ന പേര്. ഇപ്പോൾ ഷഹീൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫാൽക്കൺ, ഗരുഡ് അല്ലെങ്കിൽ പരുന്ത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഗുലാബ് ചുഴലിക്കാറ്റാണ് അറബിക്കടലിൽ ഷഹീൻ ചുഴലിക്കാറ്റായി മാറിയത്. അപ്പോൾ നമ്മൾ തൊട്ടു മേളിൽ പറഞ്ഞ ആ ഒരു ഗുലാബ് ചുഴലിക്കാറ്റ് അതെവിടെയായിരുന്നു? ബംഗാൾ ഉൾക്കടലിലായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് പിന്നീട് അറബിക്കടലിൽ ഷഹീൻ ചുഴലിക്കാറ്റായി മാറിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2021 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഷഹീൻ ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം ഖത്തറാണ്. വൈറ്റ് ഫാൽക്കൺ, ഗരുഡ്, പരുന്ത് എന്നൊക്കെയാണ് ഈ ഷഹീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഗുലാബ് ചുഴലിക്കാറ്റാണ് അറബിക്കടലിൽ ഷഹീൻ ചുഴലിക്കാറ്റായി മാറിയത്. അടുത്തത് ആസാനി ചുഴലിക്കാറ്റ്, മാൻഡോസ് ചുഴലിക്കാറ്റ്, ഒപ്പം സിത്രോങ് ചുഴലിക്കാറ്റ്. ആദ്യം ആസാനി ചുഴലിക്കാറ്റ് നോക്കാം. 2022 ആദ്യ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് ഉത്ഭവിച്ചത്. ആസാനി ചുഴലിക്കാറ്റ് എവിടെയാണ് ഉത്ഭവിച്ചത്? ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത്. ഒപ്പം തന്നെ 2022 ആദ്യ ചുഴലിക്കാറ്റായിരുന്നു ഏത്? ആസാനി ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ് ആസാനി എന്ന പേര് നൽകിയത്. എന്താണ് ആസാനി എന്ന് പറഞ്ഞാൽ? ശ്രീലങ്കൻ ഭാഷ, അതായത് സിംഹള ഭാഷയിൽ ക്രോധം എന്നർത്ഥം വരുന്ന ഒരു വേർഡാണെന്ത്? ആസാനി. അപ്പോൾ അങ്ങനെ ആസാനി, ക്രോധം എന്ന് അർത്ഥം വരുന്ന, സിംഹള ഭാഷയിൽ ക്രോധം എന്നർത്ഥം വരുന്ന ആസാനി എന്ന പേരാണ് ശ്രീലങ്കക്കാർ ഈ ചുഴലിക്കാറ്റിന് നൽകിയത്. അപ്പം ഒന്നുകൂടെ പറയാം, ആസാനി എന്ന ചുഴലിക്കാറ്റ് 2022 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത്. അതുപോലെ തന്നെ 2022 ആദ്യ ചുഴലിക്കാറ്റായിരുന്നു ആസാനി. പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. എന്താണ് ആസാനി ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം? ക്രോധം എന്നാണ്. ഇത് സിംഹള ഭാഷയിൽ ക്രോധം എന്ന് അർത്ഥം വരുന്ന ആസാനി എന്ന പേരാണ് ശ്രീലങ്കക്കാർ ഇതിന് നൽകിയത്. അടുത്തത് മാൻഡോസ് ചുഴലിക്കാറ്റ്. 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മാൻഡോസ്. 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മാൻഡോസിന് പേര് നൽകിയ രാജ്യമാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE ആണ് ഈ മാൻഡോസ് എന്ന പേര് നൽകിയത്. അർത്ഥം എന്താണ്? ട്രഷർ ബോക്സ് എന്നാണ്. മാൻഡോസ് എന്ന് പറഞ്ഞാൽ ട്രഷർ ബോക്സ്, പണപ്പെട്ടി അങ്ങനെ പറയാം അല്ലേ. ട്രഷർ ബോക്സ് എന്നർത്ഥം വരുന്ന മാൻഡോസ് എന്ന പേര് ഈ ചുഴലിക്കാറ്റ് നൽകിയത് ഏത് രാജ്യമാണ്? UAE ആണ്. അപ്പോൾ മാൻഡോസ് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ 2022 ഡിസംബറിൽ രൂപപ്പെടുന്നു. പേര് നൽകിയത് UAE ആണ്. അർത്ഥം എന്താണ്? ട്രഷർ ബോക്സ് എന്നാണ്. അടുത്ത അവസാനമായി സിത്രോങ് ചുഴലിക്കാറ്റ്. എന്താണ് സിത്രോങ്? 2022 ഒക്ടോബറിലാണ് ബംഗാൾ ഉൾക്കടലിൽ സിത്രോങ് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത്. അപ്പോൾ സിത്രോങ് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ 2022 ഒക്ടോബറിലാണ്. സിത്രോങ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് തായ്ലൻഡാണ്. തായ്ലൻഡുകാരാണ് സിത്രോങ് എന്ന പേര് ഈ ചുഴലിക്കൊടുങ്കാറ്റ് നൽകിയത്. ഒപ്പം തന്നെ എന്താണ് സിത്രോങ് എന്ന് പറഞ്ഞാൽ? ഒരു തായ് സർനെയിമാണ്. തായ്ലൻഡുകാരുടെ ഒരു സർനെയിം എടുത്തവർ എന്ത് ചെയ്തു? ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് കൊടുത്തു. അങ്ങനെയാണ് സിത്രോങ് എന്നുള്ള പേര് വന്നത്. ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ബംഗ്ലാദേശിലാണ്. ഈ സിത്രോങ് ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതച്ചത് ബംഗ്ലാദേശിലാണ്. ഒന്നുകൂടെ പറയാം, സിത്രോങ് ചുഴലിക്കാറ്റ് 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നു. പേര് നൽകിയത് തായ്ലൻഡുകാരാണ്. എന്താണ് ഈ പറഞ്ഞ സിത്രോങ് എന്ന് പറഞ്ഞ അർത്ഥം? ഒരു തായ് സർനെയിമാണ് അല്ലേ. തായ്ലൻഡുകാരുടെ ഒരു സർനെയിമാണ് സിത്രോങ് എന്ന് പറഞ്ഞാൽ. അതാണ് അവർ ഈ ചുഴലിക്കൊടുങ്കാറ്റിന് നൽകിയത്. ഒപ്പം തന്നെ സിത്രോങ് ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതച്ചത് ബംഗ്ലാദേശിനെയാണ്. അപ്പോൾ ഇത്രയുമാണ്
ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കുവാനുള്ളത്. ഒപ്പം തന്നെ കൂടുതൽ അടുത്ത ഈ 2024 ഉള്ള കൂടുതൽ അപ്ഡേഷൻ, ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ വരും വീഡിയോസിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയ ചാനൽ ആയതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.